ഇന്ന് പലപ്പോഴും കാസ്റ്റ് ഗോളിനെ കുറിച്ച് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പ്രതിഫലമില്ലാതെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യം. പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ചില കുറേ പോസ്റ്ററുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ഈ സിനിമ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ പല വ്യക്തികളും ചെയ്യുന്ന തെറ്റിദ്ധാരണയാണ് ഇത്. കാരണം പ്രതിഫലമില്ലാതെ ഒരു സിനിമയും വിജയിച്ച് കണ്ടിട്ടുണ്ട്. പ്രതിഫലമില്ലാത്ത സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാശിന് വേണ്ടിയിട്ടാണ് പലരും ജീവിക്കുന്നത്. അതായത് നിങ്ങളെപ്പോലെ ഈ പരസ്യം ചെയ്യാൻ അതിലൊരു നല്ല പ്രൊഡ്യൂസറെ കിട്ടിയ ശേഷം മാത്രം ഇത്തരം പരസ്യം ചെയ്യാൻ. അതായത് വെറുതെ ഒരു സിനിമയുടെ പരസ്യം ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല. സിനിമയിൽ പലവർക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് അതിനുള്ള നിർമ്മിതി. അത് സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ്. ഒരു നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും കൂടിയാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ എന്തിനാണ് പരസ്യം ചെയ്യുന്നത്? കസ്റ്റമർ പരസ്യം ചെയ്യുന്നു. കാരണം ചിലവർക്ക് അത് ഇഷ്ടമില്ല. അല്ലാതെ വലിയ ആളുകൾക്കാണെങ്കിലും കുറച്ചെങ്കിലും മെയിൻ ആർട്ടിസ്റ്റെങ്കിലും കുറച്ച് പ്രതീക്ഷിക്കുന്ന തുകയെങ്കിലും കൊടുക്കണം. ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്താലും പ്രശ്നമില്ല. കുറച്ചെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റിനെയും കൊടുക്കണം. അവരെങ്കിലും പരിഗണിച്ച് കൊടുക്കണം. അല്ലാതെ മുഴുവൻ ക്യാഷ് കൊടുക്കാതിരിക്കരുത്. സിനിമയിൽ എന്ന് വെച്ചാൽ അത് തന്നെയാണ്. നമ്മൾ ഇപ്പം ഫേസ്ബുക്കിലും വാട്സപ്പിലും പല പെൺകുട്ടികളും അശ്ലീല വീഡിയോസും പോസ്റ്ററുകളും ഇടാറുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവരിടുന്നതിനെ കുറ്റം പറയുന്ന സമൂഹത്തിൽ ഞരമ്പുകാരിലൂടെയും അസുഖമുള്ള രോഗമുള്ള വ്യക്തികളുണ്ട്. എന്നിട്ട് നാണമില്ലാതെ വീണ്ടും അവരെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടി കമൻ്റ് ഇടുന്നുണ്ട്. രണ്ടും ചെയ്യുന്ന അവരെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ചാനലിലൂടെ. അത് കല്യാണം കഴിച്ച് വിധവയായ സ്ത്രീകളോടും ഇത്തരം കാര്യങ്ങൾ പറയും. ഒരു സ്ത്രീക്ക് സമൂഹത്തിന് നല്ല നന്മയുള്ള വ്യക്തിത്വമാണ്. പക്ഷേ ജനിച്ച കാലം മുതൽ സാമ്പത്തിക നിലയില്ലാതെ ജനിച്ചവരവർ. പക്ഷെ അവർക്ക് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അവർ കാശുണ്ടാക്കുന്നത്. പക്ഷെ അവർക്ക് ഈ സർക്കാരോ ഗവൺമെൻറ്റോ എന്തെങ്കിലും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഞരമ്പ് രോഗികൾ തീർച്ചയായും കൊടുത്തായിരിക്കണം. കാരണം എന്താണ്, ഇവർക്ക് എന്തെങ്കിലും ജീവിക്കാൻ കാശ് കൊടുക്കാനെങ്കിൽ തീർച്ചയായും ആ വ്യക്തികൾ തീർച്ചയായും ഈ പണി നിർത്തി സാധാരണ പണിയിലേക്ക് പോകും. പക്ഷെ ആർക്കെങ്കിലും നിങ്ങൾക്ക് കാശ് കൊടുക്കാൻ പറ്റും? ഈ ഞരമ്പ് രോഗികൾ പറയും കുറച്ച് കാലം നിങ്ങൾ കൊടുക്കും, പിന്നെ അതിൽ സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഈ തൊഴിൽ ചെയ്യിക്കേണ്ട അവസ്ഥ. അതവസ്ഥ അല്ല. ഈ പറഞ്ഞ ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്തു കൊടുക്കില്ല. കാരണം അവർ നല്ല സ്ത്രീകളാണ്. ആ സ്ത്രീകളെ മോശമായി കമൻ്റ് എടുത്ത് ഇത്തരം കാര്യങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പറ്റും എന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയിൽ എന്ത് കമൻ്റ് ഇട്ടാലും ഞാൻ അംഗീകരിക്കും. എനിക്ക് നിങ്ങൾ എന്ത് കമൻറ്റ്, മോശം കമൻ്റ് ഇട്ടാലും എന്ത് കമൻറ്റ് ആയിരുന്നാലും എന്നെ അനുകൂലിക്കുന്നവരും ഞാൻ സപ്പോർട്ട് ചെയ്യും, പ്രതികൂലിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യും. എനിക്ക് അങ്ങനെയൊന്നും പക്ഷപാതമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് എന്ത് കിട്ടാൻ ഈ ഇത്തരം കമൻറ്റ് കിട്ടുന്നത്? ഈ പറഞ്ഞ വ്യക്തികൾ കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ച വ്യക്തികൾ അവർക്ക് എങ്ങനെ ജീവിക്കാൻ വേണ്ടി കാശുണ്ടാക്കുന്നു എന്ന് മാത്രം. അത് മോശമായിട്ട് തോന്നുന്നില്ല, അവർക്ക് ആർക്കും തോന്നുന്നില്ല. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ വേറെ രീതിയാണ് തോന്നുന്നത്. കാരണം ഇന്ന് സമൂഹത്തിൽ ഞരമ്പ് പിടിച്ച രോഗം പിടിച്ച ഒരു നിരവധി വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മോശം കമൻറ്റുകളാണ്.
ആ മോശം കമൻറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണെന്ന് നിങ്ങൾ പറയണം. കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേര് എന്നെ തെറി വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാനോ പോകുന്നില്ല, ഒന്നുമില്ല. എനിക്ക് എൻ്റേതായ തീരുമാനമില്ല. എൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും, എന്ത് വീഡിയോ ആണെങ്കിലും നല്ല കമൻറ്റുകൾ ഞാൻ തീർച്ചയായും സ്വീകരിച്ചിരിക്കും, ഉറപ്പായിട്ടും സ്വീകരിക്കും. അതിന് യാതൊരു മാറ്റമുണ്ടാകില്ല. നന്ദി, നമസ്കാരം.